ഇവിടെ ഇപ്പോൾ ഇവർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പണ്ടവരെ നയിക്കുന്നത് അവർ കാൾ മാർക്സിന്റെ പ്രത്യയശാസ്ത്രവും ലെനിനിസവും ഒക്കെ പറഞ്ഞായിരുന്നെങ്കിൽ ഇപ്പം അവർക്ക് ആകെ പറയാനുള്ളത് സരിതായിസവും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. രക്തനക്ഷത്രമായി ഉദിച്ചുദയം ചെയ്തവരെ നയിക്കുന്നത് ഇന്ന് സരിതായ നായരായി എന്നുള്ളത് അവരുടെ ഗതികേട് എത്ര വലുതാണ് എന്ന് തെളിയിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ഗൂഢാലോചനയൊന്നും പുറത്തു വരാതിരിക്കില്ല. ഞാനൊരു മന്ത്രി എന്നുള്ള നിലയിൽ പറയാൻ പരിമിതി ഉണ്ടാവുകൊണ്ട് ഞാൻ പറയുന്നില്ല പൂർണ്ണമായിട്ട്. പക്ഷേ തിരുവനന്തപുരത്ത് ആരാണ് വീടെടുത്ത് താമസിപ്പിച്ചേക്കുന്നത് എന്നുള്ള വിശദാംശങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ഇതിന്റെ പിന്നിലുള്ളത് ആരാണെന്ന് അറിയാൻ സാധിക്കും. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ സരിത പറഞ്ഞതായിട്ടൊരു വാർത്ത ഞാൻ പത്രത്തിൽ വായിച്ചു. എന്റെ രണ്ടാമത്തെ കുഞ്ഞിന്റെ അച്ഛൻ ഒരു യുവ നേതാവാണ് എന്ന് പറയുകയുണ്ടായി. അതാരാണെന്നും അപ്പൂപ്പൻ ആരാണെന്നും അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ ആരാണ് ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യം വരും.